നമ്മുടെ മലയാളത്തിലെ കാവ്യ മാധവനും അനു സിത്താരയും ചേർന്നൊരു ഫേസ് ആണെന്നാണ് പൊതുവെ ഉള്ള കമന്റ് സെക്ഷനില്. ഇല്ല, കമന്റ്സിലെ ആൾക്കാർ പറഞ്ഞ ഒരു അല്ലേ അല്ലേ തോന്നിയില്ലേ? അപ്പൊ ഒരു നാടൻ സൗന്ദര്യം. സന്തോഷം. ചേച്ചി എങ്ങനെയാണ് ഗൗരിയും വീണയും? സിംഗിൾ ആണോ രണ്ടിനും നടുക്കാണോ? അത് കമ്മിറ്റഡ് ആണോ ചോദിച്ചാൽ അല്ലാന്നും പറയാം ആണെന്നും പറയാം. അപ്പൊ ഒരു സീക്രട്ട് ഇവിടെ ഒരുപാടൊന്നും ഉണ്ടായില്ല. ഒരാള് ശരിക്കും ഫേക്ക് ആയി പോയി. അത് കല്യാണം കഴിഞ്ഞ ഒരാളായിരുന്നു. അവൻ ആ സമയത്ത് അവന്റെ ഒരു ബാഡ് ഫേസിൽ കൂടെ പോവായിരുന്നു. എനിക്ക് 2 പിള്ളേരുണ്ട്. എന്റെ മൂത്ത കൊച്ചിന് 15 വയസ്സെന്ന് പറയുമ്പോൾ ഒരു സീനുമില്ല. നമുക്ക് ലൈഫിൽ വന്നോളൂ കുറച്ച് കാര്യങ്ങളാ. ഹലോ, വെൽക്കം ബാക്ക് ടു നീലക്കുയിൽ എന്റർടൈൻമെന്റ്. ഏഷ്യാനെറ്റിലെ ഇപ്പോ ടോപ്പ് മോസ്റ്റ് സീരിയൽസിലെ നമ്പർ 1 സീരിയലായ ഗൗരി ശങ്കരത്തിലെ ഗൗരിയും ശങ്കരനുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം വീണ നായർ ആൻഡ് ഹരിശങ്കർ. വീണ ചേച്ചി, ചേട്ടാ, ഹായ്. ഹായ്. അപ്പോ ഫസ്റ്റ് തന്നെ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? സുഖാണോ? എനിക്ക് സുഖാണ്. ഓക്കെ, എങ്ങനെയാണ് സീരിയൽ ലൈഫൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? സീരിയൽ ലൈഫ് കുഴപ്പമില്ല. ബിസി ഷെഡ്യൂൾ ആണ്. മീൻസ് ഒരു 15 days ഷൂട്ട് ആയിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചപ്പോൾ ഞങ്ങളുടെ ഇവൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്, ഹരി താമസിക്കുന്നത്. ഞാൻ ബോംബെയിലാണ്. അപ്പൊ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. 15-20 days ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ മാസത്തിൽ ഞങ്ങൾ അത്രയും മാസം ട്രാൻഡ്രത്തായിരിക്കും അത്രയും ദിവസം. ഓക്കെ, അപ്പോ എനിക്ക് പേഴ്സണലി ചേച്ചിയാണ് നേരത്തെ അറിയാന്നുള്ളത്. കാരണം ആകാശഗംഗ ലൈക്ക് ഫസ്റ്റും സെക്കൻഡും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അപ്പോ സിനിമയിൽ സീരിയലിലോട്ട് ഉള്ള ആ ഒരു ജേർണി എങ്ങനെയാണ്? ലൈക്ക് സിനിമ ആക്ച്വലി സീരിയൽ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം ഞാൻ സിനിമയും ചെയ്യണമെന്ന് വിചാരിച്ചല്ല കേട്ടോ, തോന്നു പറയല്ല. കാരണം അങ്ങനത്തെ ഞാൻ ആകെ ചെയ്യുന്നുണ്ടായിരുന്നു ടിക്ടോക്ക്. ഞാൻ ആ ഒരു സമയത്ത് എന്റെ കോളേജ് സമയത്തൊക്കെ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു. ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ ഒരു കാസ്റ്റിംഗ് കോള് വരുന്ന ആകാശം. അങ്ങനെ അപ്പൊ എന്നെ പഠിപ്പിക്കുന്ന സാറ് പുള്ളിക്കാരുടെ മോളുടെ ഫോട്ടോ എന്നെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് വിനയൻ സാർ എന്നെ ഡയറക്ട്ലി വിളിച്ചിട്ട് അവിടെ പോയി ഓഡീഷൻ, ഞാനും അച്ഛനും പോയി ഓഡീഷൻ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് സെലക്ട് ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ സാർ സെലക്ട്, അത് മൂവി എക്സ്പീരിയൻസും നല്ലതായിരുന്നു. എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രണയവിലാസം ചെയ്തു. അർജുൻ അശോകന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു, റിഹാന എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. പിന്നെ അനക്കെന്തിന്റെ ഇട നീലത്താമരയിലെ കൈലാഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പൊ ഒരു മൂവി ഇറങ്ങാൻ ബാക്കിയുണ്ട്. അപ്പൊ അതിനുശേഷം അതിനൊക്കെ ഒരു നീലത്താമരൊക്കെ അനക്കെന്തിന്റെ ഇട കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയലിലോട്ട് വരുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും സീരിയൽ ചെയ്തിട്ടില്ല. പാടത്തിന്റെ സമയത്തും ഫസ്റ്റ് ടൈം നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. ഇവിടെയാലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ക്രൂ എല്ലാരും നമ്മളെ കംഫർട്ട് ആക്കിയിട്ട് അതങ്ങനെ പോയി. സ്റ്റാർട്ടിങ്ങിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം രണ്ട് രീതിയാണ് മൂവിയും സീരിയലും. അപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഓക്കെ, ചേട്ടൻ കുറെ നേരത്തെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോ ചേട്ടന്റെ ഫസ്റ്റ് സീരിയൽ ആണോ ഇത്? അപ്പൊ ഏതായിരുന്നു ഫസ്റ്റ് സീരിയൽ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സെക്കൻഡോ? മഴവില്ല. ഓക്കെ, അപ്പൊ ചേട്ടന്റെ ഇപ്പോഴത്തെ എങ്ങനെയുണ്ട് സീരിയൽ? ഓക്കെ, ലീഡിങ് ക്യാരക്ടർ ആയാലും ഹീറോ അല്ലായിരുന്നു. എനിക്കൊന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലാണ് ഞാൻ ഹരിനെ ഫസ്റ്റ് ടൈം കാണുന്നത്. എപ്പോഴും ഒരേ ടൈപ്പ് പോലീസ് ഓഫീസർ ആയിട്ടായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ കമ്മീഷണർ, പിന്നെ IG ആയിട്ട് ഇതായി. അന്ന കരീന കെ രാജന്റെ സീരിയൽ പറഞ്ഞാൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട്. നമ്മുടെ കെവിൻ കൊലപാതകം കേട്ടോ, വായിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? കോട്ടയത്ത് ഒരു സ്റ്റോറിയാ, റിയൽ സ്റ്റോറിയാ. ഒരാള് വായിച്ചിട്ടുണ്ടോ? അപ്പൊ ആ സ്റ്റോറി 120 എപ്പിസോഡുള്ളൂ കെ രാജന്റെ അന്ന കരീന. ജസ്റ്റ് 6 months കൊണ്ട് സീരിയൽ. അപ്പൊ അതിനകത്തും സർക്കിൾ ഇൻസ്പെക്ടർ ആണ്. അപ്പൊ അത് സെയിം ക്യാരക്ടറാണ്, പോലീസ് ഓഫീസറല്ലേ, കുറച്ച് ആറ്റിറ്റ്യൂഡ് ക്യാരക്ടറാണ്. വേറെ ഇതൊന്നുമില്ല, ഫീലിങ്സ് ഇമോഷൻസ്. റിയൽ ലൈഫിലും ഇത്ര ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? പാവാണ്. ഓക്കെ, അപ്പം
ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ ചേച്ചിയുടെ ഫസ്റ്റ് മൂവി ചെയ്യാൻ പ്ലാൻ ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ സീരിയലിലോട്ട് വന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. അതെ അപ്പോൾ ഫസ്റ്റ് മൂവി ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേച്ചി നല്ല സ്ലിം ആയിരുന്നു. അതെ ഓക്കെ, സോ അത് കഴിഞ്ഞ് കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് സീരിയൽ ചെയ്തത്. അപ്പോൾ ഫസ്റ്റത്തെ സീരിയൽ ചെയ്ത ടൈമിൽ അതിൻ്റെ ഇൻട്രോ, സീരിയലിൻ്റെ ഇൻട്രോ വന്ന ടൈമിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫാക്റ്റായി, തടി വെച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്തു പോവും. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് ബണ്ണായി, മോശമാണ്, കുറച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്, മൈൻഡ് ചെയ്യാറുണ്ടോ? മൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ സത്യം പറയട്ടെ, അതിപ്പോ സ്വാഭാവികമായിട്ട് വീട്ടിൽ ഇരുന്ന് ഒരാൾക്ക് കമന്റ് ഇടാൻ ഒരു 2 മിനിറ്റ് മതി. കാരണം ഇപ്പൊ ഞാൻ വീട്ടിലിരുന്ന് കമന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് ഒരാളെ പേഴ്സണലി ഞാൻ ആരെയും ഇതുവരെ ഞാൻ പേഴ്സണലി ഒരാളെ ഹേർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് എന്റെ നല്ല വിശ്വാസമുണ്ട്. അപ്പൊ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ, അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളോട് അത്രയും ശത്രുതയുള്ള ആൾക്കാർ, എനിക്ക് അങ്ങനെ ശത്രുക്കളില്ല, അങ്ങനത്തെ അത് അവരുടെ ഒരു രീതി, വേ ഓഫ് മൈൻഡ് ആണ്. പിന്നെ എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമുണ്ട്. ഞാൻ എന്റെ ഫുഡ് കഴിക്കുന്നു, ഞാൻ മണ്ണ് വയ്ക്കുന്നു, അതെന്റെ കാര്യമാണ്. പിന്നെ ഇത്രയും സ്റ്റാർട്ടിങ്ങിൽ കുട്ടി പറഞ്ഞത് കറക്റ്റാണ്, ഈ സീരിയൽ വന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു എനിക്ക്. പക്ഷെ അത് പോകെ ഇപ്പൊ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കമന്റ്സ് ഒന്നുമില്ല. ഇപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫാൻ പേജസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അവരെ ഭയങ്കരമായിട്ട് ഞാൻ താങ്ക് യു സോ മച്ച് ഫോർ ദം. ബിക്കോസ് ഇത്രയും കുറെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഇപ്പൊ അങ്ങനെ ഒരു മനുഷ്യനും പറയുന്നില്ല. അത് ഇങ്ങനെ ഇപ്പൊ നല്ലത് പറയുന്നുണ്ട്. അപ്പൊ നല്ലത് പറയിപ്പിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ആ കാര്യത്തിൽ ഞാൻ പ്രൗഡ്. ലൈക്ക് ഇപ്പൊ എന്നെ കുറിച്ച് എല്ലാവരും നല്ലതേ പറയും. ഇപ്പൊ സീരിയലിന്റെ കമന്റ്സ് എന്നെ എടുത്ത് നോക്കിയാലും ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട് ആൻഡ് അത് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നു. ഓക്കെ, ഏതൊരു സീരിയൽ ആക്ട്രസിന്റെ ആയാലും കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നതായിരിക്കും ഓവർ മേക്കപ്പ് ആണ്, കുറച്ച് മേക്കപ്പ് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഓവർ ലിപ്സ്റ്റിക് ആണ്, ലിപ്സ്റ്റിക് കുറച്ചുകൂടെ എന്നൊക്കെയുള്ളത്. എന്താണ് ഇതിനൊക്കെ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് നോർമലി മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്റെ മേക്കപ്പ് സാധനങ്ങളാണ്. അത് ഞാൻ തീരുമാനിക്കുക എത്ര എണ്ണം ഉണ്ടാവുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് വരുമ്പോ അത് അങ്ങനെ സ്ക്രീനിൽ അങ്ങനെ തോന്നുന്നതാണ്. അത് ഇവൻ വരെ ലിപ്സ്റ്റിക് ഇട്ട പോലെ തോന്നാറുണ്ട്. പക്ഷെ അത് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഞങ്ങളുടെ തെറ്റല്ല, അത് കളർ ഗ്രേഡ് ചെയ്ത് വരുമ്പോ ആ ഒരു ടോണിലേക്ക് മാറുകയാണ് സംഭവം. ഓക്കെ, ഇത് മെയിനായിട്ട് ഞാൻ പറയാൻ കാരണം സീരിയൽസിന്റെ മൊത്തവും ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന എന്താ, ഒരുപാട് മേക്കപ്പും സാരിയും ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന വീട്ടിലുള്ള ആളുകളെയാണ് ഈ സീരിയൽസിൽ നോർമലി കാണിക്കുന്നത്. അപ്പോൾ ഈ കമന്റ്സും ചിലപ്പോൾ അത് വെച്ചിട്ടാണോ വരുന്നത്, അതോ ഈ സീരിയൽസിന്റെ മൊത്തം ഈ ലൈക്ക് സീരിയൽസ് ഇങ്ങനെ തന്നെ വേണം, അല്ല അത് ആ ഒരു പാറ്റേൺ ഇവരെന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സീരിയൽ ഇങ്ങനെയാണ്. പക്ഷെ എന്നിട്ട് ഇവരെന്നെ കുറ്റവും പറയും. മീൻസ് അത് നമ്മളങ്ങനെ, ഞാൻ തെറ്റ് പറയല്ല, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കാണുമ്പോഴും എല്ലാവരും മറ്റേ നമ്മളെ ആ സീരിയൽ ഏതായിരുന്നു, അമൃത ചന്ദ്രമഴ ഇപ്പൊ ട്രെൻഡിങ് ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആ സമയത്ത് അതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ കുറെ സീരിയൽസിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയൽസിലൊന്നും അത്രത്തൊരു ആ ഒരു ഇത് വരുന്നില്ല. മീൻസ് സാരി ഉടുത്തിട്ടാണ് കിടക്കുക, അതൊക്കെ ഉണ്ട്. മറ്റേ നോർമലി എനിക്കൊന്ന് പിന്നെയും കുറച്ചും കൂടി എന്താ പറയാ, ശരിക്കും ഒരു നമ്മള് ഫാമിലി ലൈഫിൽ പോലെ പോയിക്കൊണ്ടിരുന്ന സീരിയലായിരുന്നു സാന്ത്വനം. അത് പിന്നെയും ഭയങ്കര വീട്ടിലിരുന്ന് ആ ഒരു അട്ടയർ, അല്ലെങ്കിൽ അത് ഇപ്പൊ ഞങ്ങളുടെ സീരിയലായിട്ട് ഞങ്ങൾ മാക്സിസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞങ്ങള് സാരി തന്നെയാണ്. പക്ഷെ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു സംഭവം കൊടുക്കുന്നില്ല, ഞങ്ങള് മിനിമൽ ആയിട്ടാണ് ഉള്ളത് ആവശ്യത്തിന്. ഇപ്പൊ കമന്റ്സ് ലിപ്സ്റ്റിക്കിന്റെ കാര്യം സത്യമായിട്ട് ഞങ്ങള് തെറ്റല്ല അല്ലേ, നീ ലിപ്സ്റ്റിക് ഇടാറുണ്ടോ? ഞങ്ങള് തെറ്റല്ല, കാരണം അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് അപ്പൊ അതൊക്കെ കൂടി വരുമ്പോ, പക്ഷെ നമ്മൾ ആ സമയത്ത് സ്ക്രീനിൽ നിൽക്കുമ്പോൾ വിരട്ടി നോക്കുമ്പോൾ നമുക്കൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അത് കാണുമ്പോൾ അപ്പൊ നമ്മളൊന്ന് അപ്ലൈ ചെയ്യും ലൈറ്റ് ആയിട്ട്. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് വളരെ കുറച്ചുകൂടി ഓവർ ആയിട്ടാണ് വരുന്നത്. ഇവരോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ലിപ്സ്റ്റിക് ഇടാറുണ്ടോ? സംഭവം അതാണ്, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീരിയലോടുകൂടി ഫസ്റ്റ് ഒക്കെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും, അല്ലെങ്കിൽ ഈ സീരിയലിനെ പറ്റി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരുപാട് ഫാൻ പേജസ് ഉണ്ട്. ഗൗരി ശങ്കരം, ഗൗരി ഫാൻ പേജസ്, ഗൗരി ശങ്കർ ഫാൻ പേജ്, അങ്ങനെ കുറെ ഇൻസ്റ്റയില് കുറെ എഡിറ്റ് ഒക്കെ ചെയ്ത് റീൽസ് ഒക്കെ എപ്പോഴും എന്റെ വീട്ടിൽ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു
വ്യൂസ് ഒക്കെയാണ് അതിന്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഫേമസ്, ഇപ്പൊ നല്ല ഫേമസ് ആണല്ലോ നിങ്ങൾ. സോ എങ്ങനെയാണ് ആരാധകരുടെ ശല്യം, അല്ലെങ്കിൽ അത് ആരാധകർ ശല്യം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഞാൻ പറയട്ടെ, എന്നെ കുറിച്ച് ഫാൻ കുറെ നെഗറ്റീവ്സ് വന്ന സമയത്ത് കുറെ പേരുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ. അവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ നെഗറ്റീവ് ഇല്ല, എന്നാലും കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേര് അവര് കഷ്ടപ്പെട്ട് ടൈം എടുത്ത് എഡിറ്റ് ചെയ്തിടുന്ന സംഭവങ്ങളൊക്കെ താങ്ക് യു സോ മച്ച്. അതൊക്കെ ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് നന്ദി പറയാനേ ഉള്ളൂ, അല്ലാതെ ശല്യമായിട്ടോ തോന്നിയിട്ടില്ല. ചേട്ടൻ എന്താ ഉണ്ടായിരിക്കുന്നത്? ചേട്ടൻ പറയൂ, എന്താണ് സപ്പോർട്ടാണ്. അവര് നമുക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ എഡിറ്റ് ചെയ്ത് രാവിലെ പോയി അല്ലെ സ്റ്റോറി രാവിലെ ചെയ്ത് നോക്കും. നമ്മള് രാവിലെ ഒന്ന് മേക്ക് ചെയ്ത് അവരാണ് പകുതി പ്രൊമോഷൻ ചെയ്യുന്നത്. ഞങ്ങൾ അവര് ചെയ്ത് നമ്മൾ ജസ്റ്റ് സ്റ്റോറി ഇട്ട് കൊടുത്താൽ മതി. അവരൊക്കെ വലിയ താങ്ക്ഫുൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജസ്? അതെ അതെ, കുറെ മെസ്സേജസ് ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ അവര് തെറ്റി പറയുമ്പോൾ ആസ് എൻ ഇപ്പൊ ഞങ്ങളുടെ ചാനലിൽ പേജ് സീരിയലിൽ നിന്ന് വേറെ ആരെങ്കിലും ഇന്റർവ്യൂ ഫസ്റ്റ് ഇട്ടാ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇട്ടാ അവർ കുറച്ചങ്ങനെ മീൻസ് ഞങ്ങൾ എവിടെയെന്നുള്ള രീതിയിൽ അതെന്താന്ന് വെച്ചാൽ അതെന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ചിലപ്പോ അവരുടെ ഷൂട്ടായിരിക്കും. ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് പോയോണ്ട് ഞാൻ ഇവരുടെ വീട്ടിലാണ്. എന്റെ വീട് കാണിക്കുന്നത് ഒരു ഫസ്റ്റ് 5 days അവിടെ ആയിരിക്കും ഷൂട്ട്, പിന്നെ ആയിരിക്കും ഞങ്ങളെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഡിഫറൻസസ് വരാറുണ്ട്. അപ്പൊ ഫാൻസ് അതെന്താ ഇവരുടെ ഫസ്റ്റ് ഇടാത്തെ, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട്. ചേട്ടൻ എങ്ങനെയാണ് ഗേൾസിന്റെ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? നോർമലി ഞാൻ യൂഷ്വലി കേട്ടിട്ടുള്ളതാണ്. ഫോളോ ചെയ്ത് റിക്വസ്റ്റ് ഫോളോ ചെയ്ത് എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് റിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, ചേച്ചിക്കോ? എനിക്ക് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട്. ജസ്റ്റ് ഫാസ്റ്റിൽ നോക്കിയിട്ടുള്ളൂ. കൂടുതൽ അതിനകത്ത് ടൈം കൊടുക്കാറില്ല. അത്ര ടൈമില്ല. ഓക്കെ, അത്ര ടൈം ഇൻസ്റ്റയിൽ ഇരിക്കാറില്ല. കൂടുതലും ഈ ഹോട്ട്സ്റ്റാറും മൂവീസ് ഒക്കെയാണ് കുറച്ചുകൂടെ. സ്വന്തം സീരിയൽസ് കാണാറുണ്ടോ? അഭിനയം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി കാണാറുണ്ടോ? എപ്പിസോഡ്സ് കാണാറുണ്ട്. അപ്പൊ തോന്നാറുണ്ടോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം? നമ്മള് ഇതുവരെ ചെയ്തതിനാലും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ആക്ടർ. നമ്മൾ മലയാളീസ് ഒന്നും അങ്ങനെ ചെയ്യണ്ട. ഇംഗ്ലീഷ് ആക്ടേഴ്സ് ആണ് ശരിക്കും ഇപ്പൊ ഈ തവണ ചെയ്ത ഒരു കുറച്ച് സിമ്പിൾസ് കാര്യങ്ങളും നെക്സ്റ്റ് ടൈം നമ്മളത് ഇടില്ല, കുറച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പൊ സെയിം സാധനം തന്നെ വേണം. മലയാളീസ് അങ്ങനെയാണ്. മലയാളീസ് അല്ല, ഇന്ത്യൻസിന്റെ എല്ലാ മേക്കിംഗ് പാറ്റേൺ അങ്ങനെ, അത് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ലാലേട്ടനായാലും എല്ലാവരും ഫസ്റ്റ് കണ്ട സെയിം സംഭവം തന്നെ ഇപ്പോഴും വന്നോണ്ടിരിക്കണം. എല്ലാവരും അതേപോലെ തന്നെയാണ്. ഇംഗ്ലീഷ് ആക്ടേഴ്സ് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ടൈം കാണുന്ന ഇങ്ങനെ അങ്ങനത്തെ ഇംഗ്ലീഷ് മൂവീസാണ് കുറച്ചുകൂടെ കാണുന്നത്. സ്വദേശം എവിടെയാണ്? നേറ്റീവ് എവിടെയാണ് ചേച്ചിയുടെ? ഞാൻ ജനിച്ചത് വളർന്നൊക്കെ മുംബൈ തന്നെ. മുംബൈയിലാണ്. ചേട്ടന്റെയോ? എറണാകുളം. അപ്പോ ഈ സീരിയലില് ആക്ച്വലി പക്ക തൃശ്ശൂർ സ്ലാങ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണോ സംസാരിക്കുന്നത്? നോർമലി അങ്ങനെ പാലക്കാടും തൃശ്ശൂര് നമ്മളെ സംസാരിക്കണോ? സംസാരിച്ചോളൂ. നമ്മുടെ പടക്കുന്നതിന്റെ പൂർന്ന് പറഞ്ഞ വേൾഡിലേക്ക് നല്ല നമ്പറും ടെസ്റ്റ് ഇല്ല. അവിടെ നമ്മളെ ആളെ നോക്കിട്ടാ തൃശ്ശൂർ ഭാഷ. വേറൊരു ഭാഷ പറയാനൊന്നും പറയണ. ഞാനിങ്ങനെ ഇതെല്ലാം പണ്ട് ഒരു നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മള് കോപ്പി കാറ്റ് വരെയാവും. അപ്പൊ നേരത്തെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഇതില്ലേ, തൃശ്ശൂർ ഭാഷ ഭയങ്കര രസമാണ്. പാലക്കാട് നല്ല രസമല്ലേ, എന്താണ് ഇതില്ലേ, അത് കേട്ടതെല്ലാം തന്നെ. അപ്പൊ ട്രിവാൻഡ്രത്ത് വന്നപ്പോ അഡാപ്റ്റഡ് ആയോ? ആൾക്കാരോട് സംസാരിക്കും. ആ ഒരു മറ്റേ സ്വരാജ് കൊണ്ടൊക്കെ തോന്നല്ലേ, എന്തിനാ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഈ സീരിയൽ ഇറങ്ങിയ ടൈമില് ഈ തൃശ്ശൂർ സ്ലാങ്ങിന്റെ ലൈക്ക് ശങ്കറിന്റെ സിസ്റ്ററും തൃശ്ശൂർ സ്ലാങ് സംസാരിക്കുന്നത് ഭയങ്കര ട്രോളായിരുന്നു ആ ടൈമില്. നല്ല ട്രോളായിരുന്നു. അതിനുശേഷം കൊല്ലത്തെ ആളാ പുള്ളിക്ക്. ഈ അന്നക്കരയില് എനിക്ക് ഡബ് ചെയ്തോണ്ടിരുന്ന ആളാണ് പുള്ളി. രഞ്ജിത്ത് ഫിലിമിലൊക്കെ ബാഹുബലിയിലൊക്കെ ഡബ് ചെയ്യാനുള്ള പുള്ളി. ഒരു സീരിയലും ഇല്ല പുള്ളി ഡബ് ചെയ്യാൻ. അത് മാത്രല്ല എനിക്ക് തോന്നുന്നത് ഇത്രയും ഇങ്ങനെ തൃശ്ശൂരിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു സീരിയലും ഉണ്ടായിട്ടില്ല. അത്രയും അത് മാത്രല്ല ഇപ്പൊ ഇവിടെ ഈ സീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കുറെ വേർഡ്സ്. എന്റെ അമ്മ തൃശ്ശൂരെന്നാ, അമ്മ തൃശ്ശൂർ, അച്ഛൻ കോഴിക്കോട്. അപ്പൊ ഇവര് കുറെ വേർഡ്സ് എന്ന് വെച്ചാ ഈ വാഷ് ഔട്ട് ടീം, പിന്നെന്തായിരുന്നു വാഷ് ഔട്ട്, കൊറേ ഗഡി പറയും. വാഷ് ഔട്ട് ടീം, കിടാവേ യൂസ് ചെയ്യാറുണ്ട്. വാഷ് ഔട്ട് ടീം ഒക്കെ ഞാൻ തന്നെ ഇപ്പൊ കേൾക്കുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ളവര് കൊണ്ടുവന്നത് സീരിയൽസിലെല്ലാം ഒരു
സ്ലാങ് ഉണ്ട് എങ്ങനെയാണ് അതെല്ലാം ഈ സെയിം ഇത്രയും കാലം ചെയ്തോണ്ടിരുന്ന ആൾക്കാർ തന്നെ സെയിം ഡബ് ചെയ്യണം. എല്ലാ സീനിലും സെയിം ആൾക്കാരെ ആ, അത് ശരിയാ. നമ്മുടെ സീനിൽ അങ്ങനെ ആരുമില്ല. ഇത് ഞാൻ തന്നെ വെച്ച ഡബിങ് ആർട്ടിസ്റ്റ്. അപ്പൊ പുള്ളി എന്റെ സൗണ്ടായിട്ട് പുള്ളി ഞാനായിട്ട് സിങ്ക് ആണ്. പക്ഷെ തൃശ്ശൂർ ഭാഷയായിട്ടൊന്ന് സിങ്ക് ആയി ഞാൻ പറയും. ഞാൻ പക്ക തൃശ്ശൂർ ഭാഷയിലാണ് ഡയലോഗ്സ് പറയണം, എല്ലാ അതേപോലെ അഭിനയിക്കണം. പക്ഷെ പുള്ളി ഞാനായിട്ട് സിങ്ക് ആയി വന്നപ്പോഴേക്കും അതാണ് ആ തുടക്കം കുറച്ച് ഇത് തോന്നുന്നത്. പിന്നെ പുള്ളിക്ക് പക്ക പുള്ളി എന്റെ പാറ്റേണിൽ പിടിച്ച് ഞാനത് ഇട്ട് കൊടുക്കും, ഒരു ട്യൂൺ ഇട്ട് കൊടുക്കും. പുള്ളി അതുപോലെ തന്നെ പക്കായിട്ട്. എനിക്കിപ്പോ ഇത്ര 15 days ഷൂട്ട് ചെയ്യേണ്ടി പോയിട്ട് ഈ പറഞ്ഞ 10-15 days പോയിട്ട് ഡബ് ചെയ്യേണ്ടി വരും. എനിക്കപ്പോ ലീവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എനിക്ക് എന്റേതായ കുറച്ച് ടൈം ഉണ്ടല്ലോ. അപ്പൊ ഡബിങ് അത് മാറ്റി വെച്ചു. ഫിലിമൊക്കെ കയറാനത് എന്റെ സൗണ്ട് കൊടുക്കാൻ ഉള്ളൂ. ചേച്ചിയുടെ കുറെ വീഡിയോസിന്റെ കമന്റ് സെക്ഷനൊക്കെ ഞാൻ നോക്കിയായിരുന്നു. കമന്റ് സെക്ഷനിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളത്. സോ കമന്റ് സെക്ഷനിലുള്ളതിലും നമ്മുടെ മലയാളത്തിലെ കാവ്യ മാധവനും അനു സിത്താരയും ചേർന്നൊരു ഫേസ് ആണ് എന്നാണ് പൊതുവെ ഉള്ള കമന്റ് സെക്ഷനിൽ പറയുന്നത്. അപ്പോ ലൈക്ക് അനു സിത്താരയുടെ ഇത്രയും ഭാഗം ലൈക്ക് നോസ് താഴെ ഇല്ല, കമന്റ്സിൽ ആൾക്കാർ പറഞ്ഞ ഇത്രയും. പിന്നെ ഒരു തനിനാടൻ ലൈക്ക് കാവ്യ മാധവനൊക്കെ ആ ടൈമിൽ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു അല്ലേ തോന്നിയില്ലേ? അപ്പൊ ഒരു നാടൻ സൗന്ദര്യം. അപ്പോ മലയാള സിനിമയ്ക്ക് ഒരു കാവ്യമാധവനെയും അനു സിത്താരയും ചേർന്ന ഒരാളെ കിട്ടും എന്ന് പറഞ്ഞാൽ ചേച്ചി എന്ത് പറയും? എന്നാലും അല്ല അത് ശരിയാണ്. കാവ്യ ചേച്ചിയെ പോലെ കിട്ടുന്നതിനോട് കുറെ പേര് സന്തോഷം. എനിക്ക് സന്തോഷം. എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയണ്ട. കുറെ മൂവീസ് ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് കാവ്യ ചേച്ചിയുടെ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാന്ന് പറഞ്ഞാൽ എന്റെ ഒരു മഹാഭാഗ്യം എന്നുള്ളതായിട്ട് എന്താ പറയാ. ഇപ്പൊ ഇത് ഇറങ്ങിയിട്ട് ഇനി ആൾക്കാർ ഇവളാണോ കാവ്യ എന്നൊന്നും പറയരുത്. ഞാനല്ല പറഞ്ഞത്. ഇവര് ചോദിച്ചപ്പോ ഞാനത് എളിമയായിട്ട് ഉത്തരം പറഞ്ഞാണ്. അപ്പൊ നമ്മുടെ സീരിയലിലെ ശങ്കറിനെയും സീരിയലിലെ ഗൗരിയെയും നമ്മൾ കണ്ട് പരിചിതമായിട്ടുണ്ട്. അപ്പൊ റിയൽ ലൈഫിലും നിങ്ങൾ ഇങ്ങനെയാണോ? ലൈക്ക് ചേച്ചി പറയൂ, ഇപ്പൊ ഹരിശങ്കർ എന്ന ആളും ലൈക്ക് സീരിയലിലെ ശങ്കറും ഒരേപോലെയാണോ? ചില കാര്യങ്ങളിൽ അതെ. കാരണം ശങ്കർ എന്ന് വെച്ചാൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യം വന്നാൽ അത് കാണിക്കും, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ വളരെ പാവമാണ്. ഇങ്ങനെ സ്നേഹിക്കുന്നവരെ ഭയങ്കര ആയിട്ട് അല്ലെ, ഒരു ലവ് ഡോക്ടർ എന്നൊക്കെ പറയാം. അവരെ ആത്മാർത്ഥതയായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്തായാലും പുള്ളിക്കാരൻ സെറ്റാക്കി ലവാക്കി കല്യാണം കഴിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു ഇതാണ് ശങ്കർ. ഞങ്ങളുടെ സീരിയലിൽ ഇൻട്രോ തന്നെ അങ്ങനെയായിരുന്നു. ഒരു പ്രേമത്തിന് വേണ്ടി അടിവിടാൻ വന്നതല്ല അവിടെ. അപ്പൊ റിയൽ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. അവന് ഇവൻ ദേഷ്യം വരുമ്പോ പെട്ടെന്ന് ചൂടാവുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനായിക്കോട്ടെ, ഞങ്ങൾ ചിലപ്പോൾ സെയിമിലെത്തുമ്പോൾ ഇവർ ഈ സ്വഭാവം ഉണ്ട്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ പറയാം ചുമ്മാ അവര് ഡയറക്ടർ അവരാരെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ അവർ ചീത്ത പറയും. അപ്പൊ ഇവനെ ഞാൻ ഒരു ദിവസം നല്ലോണം പറഞ്ഞു, എന്താണെന്ന് എനിക്ക് ഇത്രയും ബോധമില്ല പറഞ്ഞു തരുന്ന കണ്ടില്ല. അവരവരുടെ ടൈം കളഞ്ഞിട്ട് കുറഞ്ഞപ്പോൾ ഞാൻ പറയണോ സോറി നീനോട് എന്താ പറഞ്ഞത്. ആ ഒരു ക്യാരക്ടർ മീൻസ് അവൻ അത്രയും ഷോർട്ട് ടെമ്പേർഡും ആണ്, അതേസമയം പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയാൻ പറ്റില്ല. അവൻ ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരാളാ. ഷോർട്ട് ടെമ്പേർഡ് അല്ല. ഷോർട്ട് ടെമ്പേർഡ് ശങ്കർ ഭായ്. അതിന്റെ ഒരു ശങ്കർ ഭായുടെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഭയങ്കര കോമഡിയാ. എന്ന് വെച്ചാ നമുക്ക് കുറെ പൊട്ടത്തരങ്ങളല്ല പോലെയാണ് ഇവൻ. അതാണ് സിനിമയിലൊക്കെ ഡയലോഗ് പറയായിരിക്കും എന്തെങ്കിലും പറയുമ്പോഴേക്കും. അപ്പൊ സ്വന്തം കോമഡി പോലെ സ്വന്തമായിട്ട് കോമനാണ് ചേച്ചിയല്ല എപ്പോഴും സ്വന്തം തമാശ. ഞാൻ ചിരിക്കാണ്ട് ചേച്ചിയുടെ തമാശ. ഓക്കെ. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ഗൗരിയും വീണയും? 3.5 വയസ്സ്. കുഞ്ഞു പിള്ളേർ പോലെ ചില മറ്റേ റീൽസ് എടുക്കാൻ വേണ്ടി ഒന്നും അങ്ങോട്ട് വന്നാൽ കേൾക്കൂല. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു തീരുമാനമുണ്ട്. അവിടെ ഇവിടെ വെച്ച് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇങ്ങനെ എടുക്കുന്ന അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ നമുക്ക് സജഷൻ ഒന്നും പുള്ളിക്കാരി എടുക്കൊന്നുമില്ല. അവള് പറഞ്ഞത് എടുക്കും. അപ്പൊ ഞാൻ ഓക്കെ എനിക്ക് സീനൊന്നുമില്ല, ഞാൻ ഓക്കെ കഴിക്കില്ല പഠിക്കാൻ അല്ലേ. വഴക്കൊന്നുമില്ല. ഒരു വേണേ ഞങ്ങള് വഴക്കിട്ടുള്ളൂ.
തുളസിയില് തുടങ്ങിയത്. സീരിയൽ തുടങ്ങുമ്പോ ശരിക്കും മിണ്ടൂലായിരുന്നു. മീൻസ് എന്തെങ്കിലും മിണ്ടാൻ തുടങ്ങുമ്പോ തന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടി, പിന്നെ അവിടെ ബഹളം, വഴക്ക്, പിള്ളേരെ പോലെ എല്ലാരും പറയും എന്തിനാണ് ഇങ്ങനെ അടി കൂടുന്നത്. പിന്നെ ഫസ്റ്റ് ഒരു നല്ലൊരു വഴക്കുണ്ടാക്കി കഴിയുമ്പോഴേക്കും എനിക്ക് സെറ്റിൽ നമുക്ക് കുറച്ചാളും കൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരാൾ എന്റെ കൂടെ അതെ, എനിക്ക് ആ ഒരു പ്രശ്നം ആളോട് കൂടെ നമ്മൾ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞത് ഭയങ്കര അതും പേരാണ്. രാവിലെ ഉണ്ടായി സോറി കേട്ടോ, സോറി ഇന്നലെ വേറെ മനസ്സിലാച്ചിട്ട് പറഞ്ഞാലോ. അതെന്തോ പെട്ടെന്ന് അല്ല, ആ സമയത്താണ് ഞാൻ പറയുന്നത്. അന്ന് അവനൊരു ശങ്കർഭായായിരുന്നു. കാരണം അവൻ ആ സമയത്ത് അവന്റെ ഒരു ബാഡ് ഫേസിൽ കൂടെ പോവായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്ത് പറ്റി, നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കില്ല. അപ്പൊ അവനെ എന്താ നിനക്ക് എന്താന്നൊക്കെ പറഞ്ഞ തുള്ളിച്ചാട്ടായിരുന്നു. പക്ഷെ അത് പിന്നെ അതാ ഒരു കമ്പനി ചേട്ടാന്ന് വിളിക്കാനും മാത്രം ഏജ് ഉണ്ടോ? അവൻ അങ്ങനെ ചേട്ടാന്ന് വിളിക്കണേ. അപ്പൊ ആ ടൈമിൽ അങ്ങനെയാണ്. ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് കുറച്ച് 24 വയസ്സല്ലേ ഉള്ളൂ. 24 എനിക്ക് 26 എന്നാലും എങ്ങളല്ലേ എന്നെക്കാളും ഒരുപാട് എങ്ങളാണ്. പിന്നെ എന്തൊരു എഴുതാൻ. അപ്പൊ നമ്മള് എന്താ ചോദിക്കാൻ വേണ്ടിയാ ഞങ്ങൾ കല്യാണം നടക്കാന്ന്. അപ്പൊ ഫസ്റ്റ് ബാക്കിൽ നിന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ പൊട്ടാന്നാ വിളിച്ചത്. അവനൊന്നും മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ തെണ്ടി ഒന്നും വിളിച്ചിട്ടില്ല. ഞാൻ പൊട്ടാന്ന് അമ്മ സൈഡ് ഞാൻ പറയും എന്ത് ചെയ്യുന്നെങ്കിൽ എത്ര വയസ്സ് മൂത്തോന്ന് ചേട്ടാന്ന് വിളിച്ചു പിന്നെ അങ്ങനെ വിളിക്കാൻ തോന്നണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടണമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈവനിങ് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മയും കൂടി വീട്ടിലേക്ക് കയറ്റൂലോ, ക്ഷണിച്ച് കയറ്റില്ല. കയറി നിർത്തുകള് കാര്യം നിർത്തുകള് നീ എന്റെ അടുത്ത് മിണ്ടില്ലോ. ഞാൻ അത് എനിക്ക് ദേഷ്യം. ഞാൻ എന്തോ ചുമ്മാ എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ഇതേപോലെ പറയുന്നത് എനിക്ക് വിഷമമായി പോയി. കരഞ്ഞു പോയി പെട്ടെന്ന്. കുറെ സോറി ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറെ ദിവസം മിണ്ടാണ്ടിരുന്നു. ഞാൻ മൈൻഡ് ഞാൻ റിപ്ലൈ ഇല്ല. ഞാൻ നിന്റെ മെസ്സേജ് എടുത്ത് കിടക്കണ്ടാവോ? ഞാൻ റിപ്ലൈ പോലും തന്നില്ല. എന്നെ ആക്ഷേപിച്ച എന്നെ ചീത്തക്ക് പറഞ്ഞ എനിക്ക് കരച്ചിൽ വരും. അതാരെ അവനങ്ങനെ ചൂടാവുന്ന ആ സമയത്താണ്. ചൂടായതല്ലേ ഞാൻ നോർമലി പറഞ്ഞത്. എന്താ ഡു മോട്ട് ടോക്ക് തിരിച്ചു ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഫൈറ്റ് ആയി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴേക്കും അതിൽ പോയതാ. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ അവളോട് പറഞ്ഞു അവള് വേണം എനിക്ക് അങ്ങനെ ഞാനൊന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കില്ല എന്ന് അവള് പറഞ്ഞു. അത് അവിടെ തീർന്നു. പിന്നെ അവൾ ഇതുവരെ പക്ഷെ സീരിയലോ അല്ലെ? അതാ ഞങ്ങളുടെ പ്രേക്ഷകർക്കും അതാ ഇഷ്ടം. ഞങ്ങൾ അടികൂടിയ അപ്പൊ തന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് ആരും വരുന്നത് ആർക്കും ഇഷ്ടമല്ല. അപ്പൊ ഗംഗ എന്ന് പറഞ്ഞൊരു പുതിയ അവതാരം ശങ്കർ ബായി അത് ക്യാരക്ടർ കേട്ട് എനിക്ക് കുറച്ച് സെയിം പേര് തന്നെ സിമിലർ ആണ്. ശങ്കർ ഹരിശങ്കർ ഭയങ്കര സിമിലർ. എനിക്ക് താങ്കൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സീരിയലാണ് ക്യാരക്ടറാണ്. ആണ്. ഇപ്പൊ സീരിയൽ ആക്ട്രസിന്റെ ഒക്കെ യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ സോ അവര് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഇന്നലെ വെളുപ്പിനെയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അവർ ആ വീഡിയോയിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ഡേ ഫുള്ള് കൊണ്ടുപോകുന്നുണ്ട്. റിയൽ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് എത്താൻ പറ്റാന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഷൂട്ട് പോകുന്നത് ആക്ച്വലി ഇപ്പൊ ചില സമയത്ത് ഞങ്ങളുടെ ഷൂട്ടൊക്കെ പോകുന്നത് രാവിലെ 6 o'clock തുടങ്ങുകയാണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ 10 o'clock വരെ പോയിട്ടുണ്ട്. അപ്പൊ അത്രയും സമയം ഇതായിട്ട് പിന്നെ ചിലപ്പോ എനിക്ക് അന്നത്തെ ദിവസം തന്നെ തിരിച്ച് ബോംബെയിലേക്ക് പോകേണ്ടിയും വരും. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുള്ളൊരു സമയമൊന്നും കിട്ടുന്നില്ല. മീൻസ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞതാ. ഇപ്പൊ ഇവിടെ വന്നത് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ചെയ്യാനാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അത്യാവശ്യമാണ്, എനിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത്
അപ്പൊ ഇതിന്റെ കൂടെ ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് ചാനൽ ഇതെല്ലാം കൂടെ എങ്ങനെയാ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? യൂട്യൂബ് ചാനൽ വെച്ചാൽ അത് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ പ്ലാൻ ഒന്നും ആയിരുന്നില്ല. എന്റെ ഒരു കാര്യം എന്റെ പ്ലാൻ അല്ല കേട്ടോ, സത്യം പറയട്ടെ. അത് തുടങ്ങിയപ്പോഴും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട് ആൾക്കാരുടെ. പക്ഷെ എനിക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം തുടങ്ങുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും പിന്നെ അതെങ്ങനെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യണം, എന്തിൽ എഡിറ്റ് ചെയ്യണം, എന്തൊക്കെ എങ്ങനെയാണ് ഒരു കാര്യത്തിൽ റീച്ച് കൂട്ടുക, അതൊന്നും അറിയില്ല. അപ്പൊ അതങ്ങനെ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാ പ്ലീസ് ഈ വീഡിയോ ആരെങ്കിലും കാണുവാണെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അവനും ഉണ്ട്, പക്ഷെ അവൻ ബ്ലോഗ്സ് ഒന്നും ഇടാറില്ല. ഞാൻ ബ്ലോഗ്സ് എനിക്കുണ്ട്, എനിക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ. നമ്മുടെ എല്ലാവരുടെ യൂട്യൂബ് ചാനലും പ്രൊമോഷൻ ആണ്. ഞാൻ പറയുന്നത് എനിക്ക് 3000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഞാൻ ഒരു മാസം പോലും ആയിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ല. എനിക്ക് കിട്ടുന്ന സമയത്ത് കാരണം അവ ഷോർട്സ് മാത്രമേ ഇടുന്നത്, വ്ളോഗൊന്നും ഇടാറില്ല. അവരുടെ ഫാൻസ് ഒക്കെ കൂടി ഞങ്ങളുടെ റീലിട്ട് ടെൻഡേ കിട്ടിയ നമ്മുടെ രണ്ടുപേരുടെ റീലിട്ടിട്ട് ഞങ്ങളുടെ നമ്മുടെ റീൽസ് ഇട്ടിട്ടില്ല. മിന്നൽ മുരളിയുടെ ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് അങ്ങനെ സെൽഫി വീഡിയോ ആണെങ്കിലും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് രണ്ടുമൂന്ന് പേരൊക്കെ അവിടെ സീരിയൽ മുമ്പായിരുന്നത്. ഇപ്പൊ എല്ലാം വീഡിയോ എടുത്തോണ്ടിരുന്ന പിള്ളേരെ കുറച്ച് തിരക്കായി തുടങ്ങി. ഇപ്പൊ എനിക്ക് സെൽഫി വീഡിയോനോട് വലിയ ഇൻട്രസ്റ്റ് അല്ലേ, എങ്ങനെ ചെയ്യാ അതിനോട് ഇല്ല. എനിക്ക് കുറച്ച് മാസ് അടിപൊളി സാധനമാണ് ബാക്ക്ഗ്രൗണ്ട്, ശരിക്കും ഷൂട്ടൊക്കെ ചെയ്യണം അവിടെ. അപ്പൊ അങ്ങനത്തെ എന്റെ പഴയ കുറച്ച് ബാക്കിലേക്ക് പോകണം. സീരിയലാണ്ട് കുറച്ച് ബാക്കിലേക്ക് എന്റെ ഇൻസ്റ്റയിൽ നോക്കിയോ താഴേക്ക് പോകുമ്പോഴേക്കും എന്റെ എല്ലാം കുറച്ചും കൂടെ ഇതുള്ള വീഡിയോസാ, കുറച്ച് പേരുമായിട്ടുള്ള വീഡിയോസ് ചെയ്തതാണ്. എല്ലാം ഫൈറ്റും കലിപ്പും എല്ലാം ഉണ്ട്. പുഷ്പക പോലത്തെ സാധനങ്ങളൊക്കെ അടിപൊളി ചെയ്തത്, മിന്നൽ മുരളിയുടെ സാധനമൊക്കെ അതൊക്കെ 1 million കഴിഞ്ഞു അതൊക്കെ. അപ്പൊ ആ ഒരു ലൈഫ് പോയി. അപ്പൊ ആരുമില്ല വീഡിയോ എടുത്ത് തരാൻ, എല്ലാരും പുറകെ കിടക്കേണ്ട അവസ്ഥയല്ലോ. വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അല്ല വീഡിയോ അല്ല, എനിക്കിപ്പോ സീരിയൽ വന്നപ്പോഴേക്കും ഇപ്പൊ ചാനലൊക്കെ ആയില്ല, ഇപ്പൊ അങ്ങനെ പോട്ടേന്ന് പറഞ്ഞു. പക്ഷെ റീൽസ് ഇതൊക്കെ വേണം. നമുക്ക് ഡിജിറ്റൽ പ്രൊമോഷൻസ് ഉണ്ട് ഏഷ്യാനെറ്റില്. അപ്പൊ അതിനകത്ത് റേറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് തേർഡിലേക്ക് വരാൻ നേരത്തെ അപ്പൊ തന്നെ പ്രൊഡ്യൂസർ വരും, ചെയ്യണം നിങ്ങൾ റീൽ ചെയ്യണമല്ലോ. അതിനകത്തുണ്ട്. അതായത് നമ്മള് സോഷ്യൽ മീഡിയയിൽ എന്തോരം നമ്മൾ ആക്റ്റീവ് ആണെന്നൊക്കെല്ലാം വാച്ച് ചെയ്യും. പ്രൊഡ്യൂസർ അല്ല, ചാനലിലെ ആൾക്കാരുണ്ട് ഏഷ്യാനെറ്റിനാണ് നോക്കിയിട്ട്. അതും ഒരു പ്രൊമോഷനാണ് അവർക്ക്, സീരിയലിന് പ്രൊമോഷൻ. അതൊക്കെ നമ്മള് റീൽസ് എടുത്തില്ല അപ്പൊ പ്രശ്നം, ചാനലിൽ നിന്ന് ആള് വരും, എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യും. അപ്പൊ ഈ കഴിഞ്ഞ മാസം നമ്മള് റീലൊന്നും ഇട്ടുണ്ടായില്ല. അപ്പോഴേക്കും പ്രൊഡ്യൂസർ വിളിച്ചു, ഈ മാസം റീൽ ഇട്ടാൽ വരും അങ്ങനെ എങ്ങനെയെന്ന് നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഒറ്റയ്ക്ക് റീൽ വിടാൻ പറ്റില്ലാതെ ഏഷ്യാനെറ്റ് അയച്ചു കൊടുക്കും. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് അതെ സർ, കൃഷ്ണൻ എന്നാണ് സാറിന്റെ പേര്. കൃഷ്ണൻ സാർ വളരെ ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് എന്ത് പ്രശ്നം വന്നാലും പുള്ളി ഞങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഭയങ്കര സജഷൻസും തരാറുണ്ട്. സാർ വന്ന് പറയാറുണ്ട് റീൽ എടുക്കുക. സാർ അത്രയും എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ. എന്നെ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞ സീരിയല് കുറെ പേര് ഇനും സീരിയലുള്ള ആൾക്കാർക്ക് കുറച്ച് പാരൊക്കെ ഉണ്ടാവല്ലോ, എടുക്കരുത് അവൻ അഭിനയിക്കാനല്ല അങ്ങനെ കുറെ മോശമായിട്ട് പറയുന്നത്. പുള്ളി അവൻ ചെയ്തോളും അങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിട്ടൊന്നും നമ്മളത് തെളിയിച്ചു കൊടുത്തു. ഇപ്പൊ ശങ്കർവേട നമ്മളെ ഏറ്റവും അടിപൊളി ചെയ്യണം. ബാക്കിയുള്ള സീരിയൽ അതാണ് ലൈക്ക് ഒരുപാട് ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് സീരിയൽസില്. ഒരുപാട് റൊമാൻറ്റിക് സീൻസ് കിട്ടില്ല. ശങ്കർബായിക്ക് ചെയ്യണ ഒരു നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ചെയ്തേക്കണ സ്ക്രിപ്റ്റിംഗ്, നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ആയാലും ഡിഫറെന്റാ. ഞാൻ ചെയ്യണ കുറച്ച് ഹീറോയിസിന്റെ ടൈപ്പ് സാധനങ്ങളൊന്നും ഒരു സീരിയലില്ല. ഇതിപ്പം ഒരുപാട് സീരിയൽസ് ഇപ്പം കോമ്പറ്റീഷൻ ആണ് എല്ലാ ചാനൽസിലും എല്ലാ സീരിയൽസിലും ആയിട്ട്. അപ്പൊ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ റൊമാൻസ് ആണ്. ഹീറോയും ഹീറോയിനും തമ്മിലുള്ള കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് കപ്പിൾസ് ഒക്കെ വൈറലായി. എനിക്ക് തോന്നുന്നു അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത്, ലൈക്ക് വൈറലായിട്ട്. ഇപ്പം കുറെ ട്രോളൊക്കെ ഉണ്ടായിരുന്നു ഈ റൊമാൻറ്റിക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സീരിയൽ ഇപ്പോ ഇങ്ങനെ ആക്കി തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ട്രോൾസ് യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സീരിയലിലും നിങ്ങളുടെ പേരിനെ വെച്ചിട്ട് അങ്ങനെ ഒരു ട്രോൾ വന്നിട്ടില്ല. അത് ആ ഒരു റൊമാൻസിന്റെ ക്വാളിറ്റി ആണോ ട്രോൾ വരാത്തത്? അതെ, ഞങ്ങൾ അത്രയും ഒരു റൊമാൻസ് ആണെന്ന് വെച്ചാൽ റൊമാൻസ് ആണ്, പക്ഷെ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത്. അതാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ട്രോളൊന്നും വരാണ്ടിരുന്നത്. പിന്നെ ഗൗരി ശങ്കറും ഒന്നിക്കണം എന്ന് കുറെ പേര് ഞങ്ങൾ ആ സമയത്ത് ഭയങ്കര ഫൈറ്റ് ഒക്കെ ആയിരുന്നു സീരിയലിൽ. അപ്പൊ ഞങ്ങളൊന്ന് സ്നേഹിച്ച് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അത് ഭയങ്കര നോർമലായിട്ട് ഉള്ളൊരു രീതിയിലാണ്, ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പ്യുവർ ലവ് ആയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ട്രോളൊന്നും വരാണ്ടിരുന്നത്.
ബെസ്റ്റ് പെയർ. അതാണ് മെയിൻ ആയിട്ട് ആ അതെ, നിങ്ങളുടെ പേരില് ഒരു troll ഉണ്ട്. ഇഷ്ടപ്പെടുന്ന കാരണം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പെയർ ലുക്സ് ഉള്ളതുകൊണ്ടാണ്. ആ, ശിവപാർവതി ചേർച്ച ഉണ്ട്, തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട്, നല്ല കെമിസ്ട്രിയാണ്. അത് മാത്രല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സീരിയലില് ഇപ്പോ ഈ സീരിയൽ നല്ല കെമിസ്ട്രിയാ രണ്ടുപേരും. സത്യം. ഒന്നും പറ്റില്ല. കെമിസ്ട്രി ഞങ്ങൾ നല്ല എനിക്ക് ശരിക്കും ഒരു നല്ല ഫ്രണ്ടിനെ പോലെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കുറച്ച് പേരായിട്ട് ഞാൻ സെറ്റിൽ കംഫർട്ടബിൾ അതിനൊരാളാണ്. അങ്ങനെ തന്നെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതില് എന്താ വെച്ചാൽ ഈ ശങ്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തീരെ പഠിക്കാത്തൊരു ക്യാരക്ടർ. അപ്പൊ ഈ ഗൗരിനെ കല്യാണം കഴിച്ച് വരുമ്പോഴേക്കും ഗൗരി പഠിപ്പ് പകുതി വെച്ച് നിർത്തി. മീൻസ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പകുതി വെച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നത് ശങ്കറിനെ കല്യാണം കഴിക്കേണ്ടി വരുന്നതൊക്കെ. അപ്പൊ ഒരിക്കലും ഇനി പഠിക്കില്ല എന്ന് വിചാരിച്ച ഒരു കുട്ടിയാണ് ഗൗരി. കാരണം പഠിക്കാൻ അവർക്ക് അവസരമില്ല. കാരണം ശങ്കർഭായിയെ കല്യാണം കഴിച്ചു വീട്ടിലൊരു ഹൗസ് വൈഫ് ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കാത്ത ഒരാള് ശങ്കർഭായി നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റ് ആണ് ശങ്കർഭായി ഒരുക്കി കൊടുത്തത്. ഇപ്പൊ ഒരു വക്കീലാക്കാൻ വേണ്ടി പഠിപ്പിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടുക, അതാണ് ആൾക്കാർക്ക് ഏറ്റവും ശങ്കറിനെ കുറിച്ചുള്ളൊരു എന്താ പറയാ ശരിക്കും അങ്ങനെ. ഇപ്പൊ കല്യാണം കഴിയുകയാണെങ്കിൽ ഇപ്പൊ അൺമാരിഡ് അല്ലേ, അപ്പൊ മാരിഡ് ആണെങ്കിൽ ശരിക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള വലിയൊരു ഗ്രീൻ ഫോറസ്റ്റ് ആയിരിക്കും അല്ലെ? എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് ഉണ്ടോ പുള്ളിക്ക്? എല്ലാവർക്കും ഉണ്ടല്ലോ റെഡ് ഫ്ലാഗ്സ്. പുള്ളിക്ക് എന്തെങ്കിലും എടുത്തു പറയാനുള്ള, ഇപ്പം സാധാരണ എടുത്തു പറയാൻ ഒരു റെഡ് ഫ്ലാഗ് എല്ലാവർക്കും കാണും. എടുത്തു പറയുന്ന ചില കാര്യങ്ങള് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നാണോ? ഇല്ല, അവൻ ഇനഫ് മെച്ചൂർ സീരിയസ് ആയിട്ട് എടുക്കണം ചില കാര്യങ്ങൾ. ചില സമയത്ത് നമ്മൾ എപ്പോഴും ചില സമയത്ത് നമ്മൾ പക്ഷെ അവൻ ഭയങ്കര എന്ന് വെച്ചാൽ അവൻ എത്ര കുട്ടികളെ കളിച്ചാലും അവന് അവന്റേതായ ഒരു മെച്ചൂരിറ്റി ഉണ്ട്. അവന്റേതായ ഒരു അതിനേക്കാളും മുദ്ദാണ് കേട്ടോ. പക്ഷെ അവൻ ആ ഒരു ഇതുണ്ട്. പക്ഷെ ചില സമയത്ത് കാരണം അത് അവന് തന്നെ തിരിച്ച് പണിയായിട്ട് കിട്ടുന്ന എല്ലാം. ഇപ്പൊ ഒരു സംഭവം ഇവൻ നമ്മളോട് പറയും, എടേ അങ്ങനെ സംഭവിച്ചു, അത് ആരോടും പറയരുത്. നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തത് ആരോടും പറയരുതെന്നാണ്. ആരോടും പറയില്ല. ഇവൻ തന്നെ പോയി എല്ലാവരോടും പറയും. അവരൊന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളോട് ഇവരെന്താ പറഞ്ഞ ആരോടും പറയരുത്. അവരുടെ മുമ്പിൽ നമ്മള് കള്ളന്മാരാവും. അങ്ങനെയൊക്കെ ഒരു ചെറിയ അവനെല്ലാം മനസ്സിലൊന്നുമില്ല. കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ ഒരു സീക്രട്ട് കീപ്പർ അല്ല. സിമ്പിൾ കാര്യങ്ങളാ, ചെറിയ ചെറിയ കാര്യങ്ങളാ. വലിയ വലിയ കാര്യമൊക്കെ ആണെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, എല്ലാം ചെറിയ കാര്യങ്ങൾ. എന്തെങ്കിലും തമാശ ചെറിയ കാര്യങ്ങൾ എനിക്ക് വലിയ കാര്യം. അപ്പൊ അത് ഞാൻ ഒന്നും കീപ്പ് ചെയ്യില്ല. മനസ്സിലായി, ഞാൻ തുറന്നു പറയാം. അത് അവന് മനസ്സിലൊന്നുമില്ല. എല്ലാം ഓപ്പൺ മൈൻഡഡ് ആണ്. വളരെ സംഭവം ഉണ്ടായില്ല. അങ്ങനെ എന്തെങ്കിലും ചിരിക്കാനുള്ള കാര്യമായിരിക്കും എന്തെങ്കിലും അല്ലേ? സീരിയസ് ആയിട്ടുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞാൽ എല്ലാം പോയി പറഞ്ഞോളൂ. നിങ്ങൾ ആരും ഒന്നും പറയാറില്ല. ഒന്നുമില്ല, അങ്ങനെ നമുക്ക് ഒളിപ്പിക്കാൻ മാത്രമേ ഒന്നും ഇപ്പൊ നടക്കണമെന്നില്ല. ഷൂട്ടിന് വരെ പോവാ, കഴിഞ്ഞു പോവാ, നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ഷൂട്ടിൽ എന്തെങ്കിലും സംഭവമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ എല്ലാരും വേറെ ഒരാൾ എന്തെങ്കിലും കോമഡി പറഞ്ഞ കാര്യമായിരിക്കും. എന്തെങ്കിലും സംഭവം ഉണ്ട്, എടി അവനുണ്ടല്ലോ അവന്റെ എന്തെങ്കിലും ചിരിക്കാനുള്ള എന്തെങ്കിലും ചെന്നതാണ്. അവനോട് പോയി പറയുന്നുണ്ടോ? ഞാൻ തന്നെ പോയി പറയണ്ട അപ്പുറത്ത്. അപ്പൊ ഇനി കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. രണ്ടുപേരും അൺമാരീഡ് ആണ്, ഫൈൻ. സിംഗിൾ ആണോ രണ്ടുപേരും? സിംഗിൾ ആണ്. അത് ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പൊ പറയാറില്ല. സിംഗിൾ അതിപ്പോ ഞാൻ പറയട്ടെ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. സിംഗിൾ ആണോ അതോ രണ്ടിന്റെയും നടുക്കാണോ? അതെന്തൊരു സംഭവം എന്നാ അങ്ങനെ പറഞ്ഞോളൂ. രണ്ടിന്റെയും നടുക്കാണ്. ഓക്കെ, എന്നുവെച്ചാല് കമ്മിറ്റഡ് ആണോ ചോദിച്ചാൽ അല്ലാന്നും പറയാം ആണെന്നും പറയാം, ആ ഒരു ലെവൽ. അപ്പൊ ഒരു സീക്രട്ട് ഇവിടെ ഉണ്ട്, ഇരിപ്പുണ്ട് ഒരു സീക്രട്ട് അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടൻ സിംഗിൾ ആന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നോ റിലേഷൻഷിപ്പ്? ഇഷ്ടം പോലെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഉണ്ടായില്ല, കുറച്ച്. ഒരു പ്രേമോ? ഇത്രയും പ്രായത്തിനിടയിൽ ഒരു പ്രേമോ? അങ്ങനെയല്ല, അങ്ങനെയാണ് 2 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി കമ്മിറ്റഡ് ആണ്. ഓക്കെ, ഒരാള് കല്യാണം കഴിച്ചു പോയി, ഒരാള് ശരിക്കും ഫേക്ക് ആയി പോയി. അത് കല്യാണം കഴിഞ്ഞ ഒരാളായിരുന്നു ഓൾറെഡി. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് കുറെ നാളെ കണ്ട. അപ്പൊ അതുവരെ ആളെ കണ്ടാലും തോന്നില്ല. എന്നെ ഏജ് ഉള്ള ആളായിരുന്നു, 4-5 വയസ്സിന് എന്നെക്കാളും മൂത്ത. ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നമുക്ക് കണ്ടാൽ തോന്നില്ല. അവര് പറഞ്ഞാലും നമുക്ക് വിശ്വാസം പറ്റുള്ളൂ. അവര് വേണമെങ്കിൽ നമുക്ക് മോശമായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും ബാഡായിട്ട് അവരെ പറ്റി എടുത്തൊന്നുമില്ല. എല്ലാം അവര് പറഞ്ഞെല്ലാം വിശ്വസിച്ചുള്ളൂ. പിന്നെ അവര് തന്നെ പറയേണ്ടി വന്നു. അവരെ സംശയിക്കാൻ മാത്രം ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് അവരെ പറ്റി ആലോചിച്ചില്ല.
അവര് പറഞ്ഞാൽ വിശ്വസിക്കാന്നല്ല നമ്മുടെ ഇത്. അപ്പൊ അങ്ങനെ വേണ്ട നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് പോകും. അപ്പൊ ചേട്ടന്റെ മാരേജ് എടുത്തുണ്ടാവോ അതോ നോ മാരേജ് ആണോ? എത്ര ടൈം ഞാൻ അവർക്ക് വേണ്ടി കൊടുത്തു. എനിക്ക് തോന്നലെന്നാ സെൽഫ് ടൈമാ? ഞാൻ ഇതിന്നൊക്കെ ഇവരൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ കുറേ ബുദ്ധില്ലേ, ഒരുപാട് നീ കണ്ടല്ലേ, ഭയങ്കര സീരിയൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ ആയിരുന്നു. സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഇവളായിട്ട് ഭയങ്കര ഇവളായിട്ട് റീൽസ് ഒന്നും ചെയ്യാൻ അവളെ സമ്മതിക്കില്ലായിരുന്നു. അതെന്താ? മിണ്ടില്ല. ഞാൻ വരും, എന്റെ കാര്യം നോക്കും, പോകും, അത്രേ ഉള്ളൂ. ഡിപ്രഷൻ ഡിപ്രഷൻ ഒന്നല്ല, ഇവള് വന്നിട്ട് ചെയ്യില്ലെന്ന് ഉറപ്പിക്കാൻ ഞാൻ അവളെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് കുറിച്ച് എടുക്കാൻ പോകില്ല. അതൊക്കെ ഞാൻ വിട്ടല്ലേ. അവർക്ക് കുറച്ച് അവരുടെ പറഞ്ഞ വാക്കിന് കുറച്ച് വാല്യൂ കൊടുക്കും. പിന്നെ അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ചേട്ടാ എനിക്ക് 2 പിള്ളേരുണ്ട്, എന്റെ മൂത്ത കൊച്ചിന് 15 വയസ്സെന്ന് പറയുമ്പോ അല്ല ഇങ്ങനെ അല്ലാതെ അത് ഒരു സീനല്ല. നമുക്ക് ലൈഫിൽ വന്നോണ കുറച്ച് കാര്യങ്ങളാ. ഇതൊക്കെ ഒരാള് പെട്ടുപോണ കാര്യങ്ങളാ. എനിക്ക് വേണേ മോശമായിട്ടോ അങ്ങനെ തിങ്ക് ചെയ്യാം, പക്ഷെ അങ്ങനെ ആലോചിച്ചില്ല. അവര് പറഞ്ഞ വിശ്വസിച്ചു. അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങി അന്വേഷിക്കാനും പോയില്ല. അപ്പൊ അവര് തന്നെ പറഞ്ഞു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് പറയാൻ കുറച്ച് ടൈം എടുത്തു. ഇനി ഞാൻ ആർക്കും ടൈം കൊടുക്കാൻ തയ്യാറല്ല. ടൈം കൊടുക്കണമെങ്കിൽ കല്യാണം കഴിക്കാൻ അത്ര ഉറപ്പ് തന്നെ ഒരാളെ മാത്രമേ എടുക്കൂ. ഇനി ആർക്കും ടൈം നമ്മളെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഡൗൺ ആയി പോവാ. അതിനൊക്കെ ഒന്ന് കയറി വരാൻ അറിയാതെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ആണല്ലേ, എല്ലാം ഷെയർ ചെയ്യുന്നത്. എല്ലാം പറയാറുണ്ട്. ഇതൊന്നും പറയാറൊന്നുമില്ല. ഞാനെല്ലാം എന്ന് പറയും. അവളുടെ കാര്യം എല്ലാം ഞാൻ ഷെയർ ചെയ്യും. ഫോട്ടോസ് കാണിച്ചു കൊടുക്കും. എല്ലാം ഒന്നും ഇല്ല പറയുന്നത്. ഇപ്പൊ ഉള്ള ലൈഫില് ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഒരു സീനല്ല. ഓക്കെ, ടൈം കൊടുക്കാൻ അത്രേ ഉള്ളൂ. ഓക്കെ, സ്വന്തമായിട്ട് ടൈം ഇല്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഗൗരി ശങ്കരത്തിന് ഇത്രത്തോളം മനസ്സിലേറ്റിയ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വളരെ നന്ദിയുണ്ട്. ഇത്രയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും. പിന്നെ കുറെ പേര് എവിടെ പോയാലും, എവിടെ അമ്പലത്തിൽ പോയാലും, എവിടെ ഫംഗ്ഷൻ എന്തെങ്കിലും പോയാലും, ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ നാട്ടിൽ എവിടെ പോയാലും കുറെ പേര് തിരിച്ചറിയുന്നുണ്ട്. എന്നെ വന്നിട്ട് ഗൗരി ഗൗരി, അവന്റെ വീട്ടിലൊരു കുട്ടീനെ പോലെയാണ് വന്നിട്ട് വിളിക്കുക, ഭയങ്കര പരിചയമുള്ള പോലെയൊക്കെ സംസാരിക്കുകയും ചെയ്യുക. അപ്പോൾ അതിന് വളരെയേറെ നന്ദിയുണ്ട്. കൃഷ്ണൻ സാറിനോടും വളരെ നന്ദിയുണ്ട്. ഏഷ്യനെറ്റിനോടും ഞങ്ങളെ സെലക്ട് ചെയ്തതിന്, ഈ ഒരു ക്യാരക്ടറായിട്ട് സെലക്ട് ചെയ്തതിന്. അപ്പോൾ വളരെ നന്ദി. പിന്നെ ഫാൻ പേജസിനോടും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിൽ. എനിക്ക് അത്ര പറയാനുള്ളൂ. എനിക്ക് 300 എപ്പിസോഡ് കഴിഞ്ഞു. കാണാം. ഒരു വർഷമായി. 6:30 ടൈം മാറ്റിയപ്പോ 10:30 ഒക്കെ ഉണ്ട്. ആരും ശരിക്കും എല്ലാരും കാണണം. നിങ്ങൾ കണ്ട് സാധനങ്ങളൊക്കെ കണ്ടുള്ളൂ. ശങ്കർവാടെ കറക്റ്റ് ഫൈറ്റും സാധനങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന സീക്വൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പൊ എല്ലാരും കാണാൻ. നിങ്ങൾ വിചാരിക്കാത്ത കുറെ സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അല്ലെ, അതൊക്കെ ഒരു സർപ്രൈസ് ആണ്. പുതിയ റീൽസും വരുന്നുണ്ട്. അതെ. അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാ. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലെ. കാണാത്ത ആൾക്കാരൊക്കെ സീരിയല് കാണാൻ, ഇനി ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിലും കണ്ടുവരുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ കാണാം. അപ്പൊ ഇനി നല്ല നല്ല കുറെ സീക്വൻസ് വരാൻ ബാക്കിയുണ്ട്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നീലക്കുയിൽ ചാനൽ എല്ലാവരും ഫസ്റ്റ് ടൈം എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു ചാനലാണെന്ന്. എന്നാലും നമ്മുടെ നിയാസിക്ക, താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ഇന്റർവ്യൂ വിളിച്ച് പാവം പുള്ളി കൊച്ചിയിൽ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് നിയാസിക്ക വന്ന് ഞങ്ങളെ വിളിച്ചാണ് ഇന്റർവ്യൂവിന്. എനിക്ക് നിയാസിക്കനെ പണ്ട് മുതലേ അറിയാം. അവൻ കുറെ എന്തെങ്കിലും ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ആളാണ്. എനിക്ക് അതാണ് പറയാനുള്ളത് പുള്ളിനെ കുറിച്ചും. അപ്പൊ പാവം കഷ്ടപ്പെട്ട് സുഖമില്ലായിരുന്നു, എന്നിട്ട് പോലും വന്ന് എല്ലാം അറേഞ്ച് ആക്കിയിട്ട് എനിക്കിപ്പോ തിരിച്ചു വേണം. പുള്ളി എല്ലാം അത്ര ഒരു ടൈമിൽ അറേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ് പോവാണ്. എല്ലാം പുള്ളി സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നിയാസിക്കും വളരെ വലിയൊരു നന്ദി. നീലക്കുയിൽ എന്റർടൈൻമെന്റ്സ് നന്നായി പോട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് പോഗോനെ കുറിച്ചാണ്. പോഗോ ഫസ്റ്റ് ടൈം എന്നോട് പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല കുട്ടി ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂറെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീട്ടില് നമ്മൾ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചിറ്റാറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു, പക്ഷെ കണ്ടാ പറയില്ല, ചെറിയൊരു കുട്ടീനെ പോലെ ഉണ്ട്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നല്ല നല്ല ഇന്റർവ്യൂസ് നീലക്കുയിൽ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കും. താങ്ക് യു.